ഹലോ ഗൈസ്, ഏറെ പരിശ്രമത്തിന് ശേഷം എല്ലാം സക്സസ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന ഫോൾഡറുകൾ കാണാമല്ലോ. ഈ കാണുന്ന ഫോൾഡർ എന്ന് പറയുന്നത് ഇതാണ് ABCD. അപ്പോൾ ഇതിൽ ഞാൻ ഡീനെ ഇപ്പോൾ സിയുടെ ഉള്ളിൽ വലിച്ചിട്ടു. അപ്പോൾ അത് ഇവിടെയും ഫയൽ വാച്ചർ കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ആ എഫക്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ സിയുടെ അകത്ത് ഡി ഉണ്ടല്ലോ, ഈ ഡീനെ നമുക്ക് പുറത്തേക്ക് ടെസ്റ്റിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ കണ്ടോ, ടെസ്റ്റിലേക്ക് വീണു. അപ്പോൾ ABCD ഈ ഡീനെ വലിച്ച് സീയുടെ അകത്തേക്ക് ഇട്ടു, എനെ വലിച്ച് സീയുടെ അകത്തേക്ക് ഇട്ടു, ബീനെ വലിച്ച് സീയുടെ അകത്തേക്ക് ഇട്ടു. അപ്പോൾ ഏടകത്ത് 3 ഉണ്ട് ഉണ്ടല്ലേ, സീയുടെ അകത്ത് 3 ഉണ്ട്. ഇനി നമുക്ക് ഡീനെ വലിച്ച് ടെസ്റ്റിലേക്ക് ഇടാം, അതുപോലെ ബീനെ ടെസ്റ്റിലേക്ക് ഇടാം, അതിനെ ടെസ്റ്റിലേക്ക് ഇടാം. ABCD സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ടാസ്ക്. ഇതായി അറിയാൻ വേണ്ടി വെച്ചതാണ് ഏതാണ് വലിക്കുന്നുള്ളത്. ബീനെ വലിക്കുന്നു, ടെസ്റ്റിലേക്ക് ഇടുന്നു, വേണ്ട എനെ വലിച്ച് സിയിലേക്ക് ഇടുന്നു, ടിയിലേക്ക് ഇടുന്നു. അപ്പോൾ സോഴ്സും ഡെസ്റ്റിനേഷൻ അറിയാൻ വേണ്ടി ഞാൻ ചെയ്ത പരിപാടിയാണ്. ഇതിപ്പോൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വന്നിട്ട് പിന്നെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആവില്ല, പ്രശ്നം. ഇതിപ്പോൾ ഡിയുടെ അകത്ത് എവിടെ കിടക്കുന്നത്, ബീനെ നമുക്ക് അതൊരു പ്രോബ്ലമാണ്, ഇപ്പോൾ കണ്ടുപിടിച്ച പ്രോബ്ലമാണ്. നമ്മളിതിനെ വലിച്ചിട്ട് ഇനി ഇത് എനെ വലിച്ചിട്ട് എയിലേക്ക് തന്നെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, വ്യത്യാസം വരില്ല. ഏകദേശം ബി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ന് പറഞ്ഞില്ലെങ്കിൽ ബി എന്ന് പറഞ്ഞിട്ട് വഴിയിലിട്ട് കഴിഞ്ഞാൽ ബിയുടെ അകത്തേക്ക് വീഴും. അതാണ് അതിൻ്റെ ഡ്രോബാക്ക്. ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഏനെ വലിച്ച് സീലിലേക്ക് ഇടാന്ന് പറഞ്ഞിട്ട് ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ പൊക്കോളും. കണ്ടോ, ഡിയുടെ ഊതി കൊണ്ടിട്ട് ഡി വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ പോകണം. അപ്പം അങ്ങനെ സംഭവം വേണം. അതായത് ഏനെ വലിച്ചിട്ട് സീയുടെ അകത്തേക്ക് വേണ്ട പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എൻ്റർ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വേണ്ട എന്ന് വെക്കണം, സാധനം കൂടി എഴുതണം. ഇത് വേണ്ടാന്ന് വെച്ചിട്ടില്ല, അപ്പോൾ അത് മാത്രമേ ഇതിൻ്റെ ഡ്രോബാക്കുള്ളൂ. ഇപ്പോൾ ഫോണിൽ അത്യാവശ്യം കുറച്ച് ഓക്കെ.